സുപ്രഭാതം. രാവിലെ ഓഫീസിലേക്ക് പോകുന്ന വഴിയിൽ ഒരു സുഹൃത്തിനെ കണ്ടു. മുഖത്ത് പതിവുള്ള ചിരിയില്ല. ഞാൻ ചോദിച്ചു, എന്തു പറ്റി? അവൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, അച്ഛന് സുഖമില്ല, ആശുപത്രിയിലാണ്. ഞാൻ ഉടനെ പറഞ്ഞു, അയ്യോ കഷ്ടമായി, വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. അവനൊന്ന് പുഞ്ചിരിച്ചു. ശരി എന്ന് പറഞ്ഞ് അവൻ പോയി. ഞാനും എൻ്റെ വഴിക്ക് പോയി. പക്ഷെ കുറച്ച് ദൂരം പോയപ്പോൾ എനിക്ക് ഒരു ചിന്ത വന്നു. ഞാൻ അവനെ ആശ്വസിപ്പിച്ചോ, അതോ അവൻ്റെ വേദനയിൽ നിന്ന് വേഗം പുറത്തു കടക്കാൻ ഞാൻ ശ്രമിച്ചോ? അന്ന് ആദ്യമായി എനിക്ക് തോന്നി, സഹതാപം കാണിക്കുന്നതും ഒരാളുടെ വേദന മനസ്സിലാക്കുന്നതും ഒരേ കാര്യമല്ല. നമ്മൾ പലപ്പോഴും ഈ രണ്ട് വാക്കുകളും ഒരേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നു. സിമ്പതി, എംപതി രണ്ടും നല്ല മനസ്സിൽ നിന്നാണ് വരുന്നത്. പക്ഷെ രണ്ടും ഒന്നല്ല. സിമ്പതി എന്നത് നിനക്ക് വിഷമമുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു. എമ്പതി കുറച്ചുകൂടി അകത്തേക്ക് പോകുന്നു. നീ ഇപ്പോൾ കടന്നു പോകുന്ന അവസ്ഥ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുവാൻ ശ്രമിക്കുകയാണ്. വ്യത്യാസം ചെറിയതാണെന്ന് തോന്നാം, പക്ഷെ മനുഷ്യബന്ധങ്ങളിൽ അതിൻ്റെ ആഴം വളരെ വലുതാണ്. ഒരു കുട്ടി പരീക്ഷയിൽ തോറ്റു. അവൻ വീട്ടിലെത്തി മുഖം താഴ്ത്തി. അച്ഛൻ ചോദിച്ചു, എന്തു പറ്റി? പരീക്ഷയിൽ തോറ്റു. അച്ഛൻ പറഞ്ഞു, സാരമില്ല മോനെ, അടുത്ത തവണ നന്നായി പഠിച്ചാൽ മതി. ഇത് സിമ്പതിയാണ്. അവൻ്റെ പരാജയത്തിൽ അച്ഛന് വിഷമമുണ്ട്. പക്ഷെ മറ്റൊരച്ഛൻ അവൻ്റെ അടുത്തിരുന്ന് ചോദിച്ചാൽ, നിനക്ക് ഏറ്റവും വിഷമം എന്തിലാണ്? മാർക്ക് കുറഞ്ഞതിലോ അതോ എല്ലാവരും എന്തു വിചാരിക്കുമെന്നതിലോ? അവനൊരു പക്ഷേ ആദ്യമായി കരയും. എല്ലാവരും എന്നെ കഴിവില്ലാത്തവനായി കരുതുമോ എന്നാണ് എൻ്റെ പേടി. അപ്പോൾ അച്ഛൻ പറയാം, അത് മനസ്സിലായി. അച്ഛൻ പ്രശ്നം പരിഹരിച്ചിട്ടില്ല, മാർക്ക് കൂട്ടിയിട്ടില്ല, അവൻ പരീക്ഷ വീണ്ടും എഴുതിയിട്ടുമില്ല. പക്ഷെ ഒരു കാര്യം നടന്നു. അച്ഛൻ കുട്ടിയുടെ മനസ്സിലേക്ക് കുറച്ചുകൂടി അടുത്തു. അതാണ് എംപതി. നമ്മൾ പലപ്പോഴും മറ്റൊരാളുടെ വേദന കണ്ടാൽ ഉടനെ പരിഹാരം പറയാൻ തുടങ്ങും. ഒരാൾ പറയുന്നു, എനിക്ക് ജോലിയിൽ വലിയ സമ്മർദ്ദമാണ്. നമ്മൾ ഉടനെ, നീ ജോലി മാറിക്കോ. ഒരാൾ പറയുന്നു, വീട്ടിൽ കുറേ പ്രശ്നങ്ങളുണ്ട്. അത് വിട്ടേക്കൂ, എല്ലാവരുടെ വീട്ടിലും പ്രശ്നമുണ്ട്. ഒരാൾ പറയുന്നു, എനിക്ക് ഒറ്റപ്പെട്ടതുപോലെ തോന്നുന്നു. അങ്ങനെ ചിന്തിക്കരുത്, പോസിറ്റീവ് ആക്കണം. നമ്മുടെ ഉദ്ദേശം മോശമല്ല, നമ്മൾ സഹായിക്കാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ പലപ്പോഴും ഒരാൾക്ക് പരിഹാരം വേണ്ട, സാമീപ്യം മതി. അവൻ ഒരു ഉപദേശം ചോദിച്ചിട്ടില്ല. അവൻ ആദ്യം ആഗ്രഹിക്കുന്നത് ആരെങ്കിലും തൻ്റെ വാക്കുകൾ ഇടയ്ക്ക് മുറിയാതെ കേൾക്കണമെന്നാണ്. ഒരു സുഹൃത്ത് രാത്രി 11 മണിക്ക് വിളിക്കുന്നു. ഉറങ്ങിയോ? ഇല്ല. എന്തു പറ്റി? ഒന്നുമില്ല. ആ ഒന്നുമില്ല എന്ന വാക്കിനുള്ളിൽ ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ടാകും. അവൻ സംസാരിക്കാൻ തുടങ്ങുന്നു. നമ്മൾ കേൾക്കുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് അസ്വസ്ഥത തുടങ്ങും. ഇതൊക്കെ വിട്ടുകളയൂ, ഇതിനെക്കുറിച്ച് അധികം ചിന്തിക്കേണ്ട, നാളെ നോക്കാം എന്ന് പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിക്കാൻ നമുക്ക് തോന്നും. കാരണം മറ്റൊരാളുടെ വേദനയ്ക്ക് അരികിലിരിക്കുക എളുപ്പമല്ല. വേദനയ്ക്ക് ഒരു പരിഹാരം കണ്ടെത്തുന്നത് ചിലപ്പോൾ എളുപ്പമാണ്. പക്ഷെ വേദനയ്ക്ക് അരികിൽ ശാന്തമായി ഇരിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. എംപതി ആവശ്യപ്പെടുന്നത് അതാണ്. സിമ്പതി പലപ്പോഴും മുകളിൽ നിന്ന് താഴേക്ക് നോക്കുന്നത് പോലെയാണ്. പാവം. എംപതി എന്നാൽ അടുത്തേക്ക് വന്ന് കൂടെ നിൽക്കുന്നതാണ്. നിനക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയൂ, ഞാൻ കേൾക്കാം. സിമ്പതി പറയുന്നു, നിൻ്റെ വേദനയിൽ എനിക്ക് വിഷമമുണ്ട്. എംപതി പറയുന്നു, നിൻ്റെ വേദനയിൽ ഞാൻ നിന്നോടൊപ്പം കുറച്ചു നേരം ഇരിക്കാം. ഇതാണ് വ്യത്യാസം. ഒരു ആശുപത്രി മുറി ചിന്തിച്ചു നോക്കൂ. ഒരു രോഗി കിടക്കുന്നു. അടുത്തേക്ക് ഒരാൾ വന്ന് പറയുന്നു, അയ്യോ എത്ര കഷ്ടം, വേഗം സുഖമാകട്ടെ. അത് സിമ്പതി. മറ്റൊരാൾ കസാല വലിച്ചിട്ട് അടുത്തിരിക്കുന്നു. ഇന്ന് എങ്ങനെയുണ്ട്? വേദന കുറവാണ്. രാത്രി ഉറങ്ങാൻ കഴിഞ്ഞോ? കുറച്ച്. അയാൾ കുറച്ചു നേരം അവിടെ ഇരിക്കുന്നു. ഒന്നും വലിയതായി പറയുന്നില്ല. പക്ഷെ രോഗിക്ക് തോന്നുന്നു, ഞാൻ ഒറ്റയ്ക്കല്ല. അതൊരു വലിയ ആശ്വാസമാണ്. എംപതി എന്നത് മറ്റൊരാളുടെ ജീവിതം നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയുമെന്ന് അവകാശപ്പെടുന്നതല്ല. നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ ജീവിതം പൂർണ്ണമായി ജീവിച്ചിട്ടില്ല.
അവൻ്റെ ബാല്യം നമുക്കറിയില്ല, അവൻ്റെ ഭയങ്ങൾ നമുക്കറിയില്ല, അവൻ ഒറ്റയ്ക്ക് കരഞ്ഞ രാത്രികൾ നമുക്കറിയില്ല, അവനെടുത്ത തീരുമാനങ്ങൾക്ക് പിന്നിലെ കഥ നമുക്കറിയില്ല. അതുകൊണ്ട് എമ്പതി എന്നത് ഞാൻ നിൻ്റെ അവസ്ഥ കൃത്യമായി അറിയാം എന്ന് പറയുന്നതല്ല. അതിനു പകരം ഞാൻ നിൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ എനിക്ക് എങ്ങനെയായിരിക്കുമായിരുന്നു എന്ന് ചിന്തിക്കാൻ ശ്രമിക്കാം എന്നതാണ്. നമ്മുടെ ബന്ധങ്ങളിൽ ഇതിൻ്റെ വില വളരെ വലുതാണ്. ഭർത്താവും ഭാര്യയും തമ്മിൽ, മാതാപിതാക്കളും മക്കളും തമ്മിൽ, അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ, മാനേജരും ജീവനക്കാരനും തമ്മിൽ, സുഹൃത്തുക്കൾ തമ്മിൽ. ഒരാൾ തെറ്റ് ചെയ്താൽ നീ എപ്പോഴും ഇങ്ങനെയാണ് എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷെ നീ അങ്ങനെ ചെയ്യാൻ കാരണമെന്തായിരുന്നു എന്ന് ചോദിക്കാൻ എമ്പതി വേണം. ഒരാൾ വൈകിയാൽ നിനക്ക് സമയത്തിൻ്റെ വിലയില്ല എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ എന്ന് ചോദിക്കാൻ എമ്പതി വേണം. ഒരാൾ മിണ്ടാതിരുന്നാൽ എന്തൊരു ആറ്റിറ്റ്യൂഡ് എന്ന് തീരുമാനിക്കുന്നത് എളുപ്പമാണ്. പക്ഷേ ഇന്ന് എന്തെങ്കിലും വിഷമമുണ്ടോ എന്ന് ചോദിക്കാൻ എമ്പതി വേണം. നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് ആളുകൾ വേണ്ട, നമ്മളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കുറച്ചാളുകൾ മതി. നമ്മുടെ വിജയത്തിൽ കൈയടിക്കുന്നവർ ഒരുപാടുണ്ടാകും. പക്ഷെ പരാജയപ്പെട്ടപ്പോൾ നമ്മുടെ അടുത്തിരിക്കുന്നവർ കുറവായിരിക്കും. നമ്മൾ ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുന്നവർ ഒരുപാടുണ്ടാകും. പക്ഷെ നമ്മൾ സംസാരിക്കാൻ കഴിയാതെ പോകുമ്പോൾ നമ്മുടെ നിശബ്ദത മനസ്സിലാക്കുന്നവർ കുറവായിരിക്കും. അവരാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലെ വലിയ മനുഷ്യർ. അവർ എല്ലായ്പ്പോഴും ശരിയായ വാക്കുകൾ പറയണമെന്നില്ല. അവർക്ക് നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം നൽകാൻ കഴിയണമെന്നുമില്ല. പക്ഷെ അവർ ഒരു കാര്യം ചെയ്യും, നമ്മുടെ വേദനയെ ചെറുതാക്കി കാണില്ല. അന്ന് രാവിലെ കണ്ട സുഹൃത്തിനെക്കുറിച്ച് ഞാൻ പിന്നീട് ചിന്തിച്ചു. ഞാൻ അവനോട് പറഞ്ഞത്, വിഷമിക്കണ്ട, എല്ലാം ശരിയാകും. ഒരുപക്ഷെ അത് തെറ്റായിരുന്നില്ല. പക്ഷെ ഇന്ന് അവനെ കണ്ടാൽ ഞാൻ ഒരുപക്ഷെ മറ്റൊരു രീതിയിൽ ചോദിക്കും, അച്ഛൻ്റെ കാര്യത്തിൽ എന്താണ് ഇപ്പോഴത്തെ സ്ഥിതി? അവൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കേൾക്കും. പരിഹാരം എൻ്റെ കയ്യിലില്ലെങ്കിലും അവൻ്റെ വേദനയിൽ നിന്ന് ഓടിപ്പോകാതെ കുറച്ചു നേരം കൂടെ ഇരിക്കാം. കാരണം ചില സമയങ്ങളിൽ നമ്മുടെ ഏറ്റവും വലിയ സഹായം ഒരു പരിഹാരമല്ല, ഒരു സാന്നിധ്യമാണ്. ജീവിതത്തിൽ നമ്മൾ രണ്ടും ആകും. ചിലപ്പോൾ സിമ്പതി നൽകും, ചിലപ്പോൾ എമ്പതി നൽകും. പക്ഷെ അടുത്ത തവണ ഒരാൾ തൻ്റെ വേദന നമ്മോട് പങ്കുവയ്ക്കുമ്പോൾ ഉടനെ ഉപദേശം പറയുന്നതിന് മുൻപ് ഒരു നിമിഷം നിൽക്കാം. ഉടനെ സാരമില്ല എന്ന് പറയുന്നതിന് മുൻപ് അവൻ പറയുന്നത് മുഴുവൻ കേൾക്കാം. കാരണം ഓരോ വേദനയ്ക്കും മറുപടി വാക്കുകളായിരിക്കണമെന്നില്ല. ചില വേദനകൾക്ക് വേണ്ടത് ഒരു ചെവി, ഒരു മനസ്സ്, ഒരു സാന്നിധ്യം. അവസാനം നമ്മൾ ജീവിതത്തിൽ മറ്റുള്ളവരോട് എന്തു പറഞ്ഞു എന്നത് അവർ മറന്നേക്കാം. പക്ഷെ അവർ വേദനിച്ചിരുന്ന ഒരു സമയത്ത് ആ മനുഷ്യൻ എന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു എന്ന ഓർമ്മ, അത് അവർ ഒരുപക്ഷെ ഒരിക്കലും മറക്കില്ല. അതാണ് സിമ്പതിയിൽ നിന്ന് എമ്പതിയിലേക്കുള്ള യാത്ര. അകലെ നിന്ന് പാവം എന്ന് പറയുന്നതിൽ നിന്ന് അടുത്തേക്ക് വന്ന് ഞാൻ കേൾക്കാം എന്ന് പറയുന്നതിലേക്കുള്ള യാത്ര. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ മനുഷ്യൻ ആകാനുള്ള വഴി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുന്നതിലൂടെയല്ല, ഒരാളുടെ പ്രശ്നം കേൾക്കുമ്പോൾ അവൻ ഒറ്റയ്ക്കല്ലെന്ന് തോന്നിപ്പിക്കുന്നതിലൂടെയാണ്. ഒരുപക്ഷെ നമ്മൾ ഒരാളുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയില്ല, അവരുടെ കണ്ണുനീർ മുഴുവൻ തുടയ്ക്കാൻ കഴിയില്ല. പക്ഷെ അവർ കരയുമ്പോൾ അവരുടെ അരികിൽ നിൽക്കാൻ നമുക്ക് കഴിയും. സിമ്പതി പറയാം, പക്ഷെ അതിനപ്പുറം എമ്പതി കാണിക്കാം. കാരണം ചിലപ്പോൾ ഒരാൾക്ക് വേണ്ടത് വിഷമിക്കണ്ട എന്ന് പറയുന്ന ഒരാളെ അല്ല, നിനക്ക് എന്താണ് തോന്നുന്നത് എന്ന് ഞാൻ കേൾക്കാം എന്ന് പറയുന്ന ഒരാളെയാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ആളെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് നന്ദി ഉണ്ടാകട്ടെ. അതുപോലെ മറ്റൊരാളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മനുഷ്യനാകാൻ നമുക്കും കഴിയട്ടെ. ഇന്നത്തെ ദിവസം മറ്റുള്ളവരുടെ വേദനയെ വിധിക്കുന്നതിനേക്കാൾ അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ദിവസമാകട്ടെ. ഈ ചിന്തയോടെ ഇന്നത്തെ മോർണിംഗ് മന്ത്ര ഇവിടെ അവസാനിപ്പിക്കുന്നു. നിങ്ങളുടെ ഇന്നത്തെ ദിവസം സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ.